അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഏകദൈവമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച കഅബാലയം പിൽക്കാലത്ത് അത് വിഗ്രഹങ്ങളുടെ കേന്ദ്രമായി മാറി. 100 കണക്കിനാണ് വിഗ്രഹങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ചെറുതും വലുതും, ഓരോന്ന് പേരുള്ളതും ഇല്ലാത്തതും. ലാത്ത, ഉസ്സ, മനാത്ത, ഉസാഫ്, നായില, ഹുബില ഇവയെല്ലാം എവിടുത്തുകാർ ആരാധിച്ചിരുന്ന പ്രധാന വിഗ്രഹങ്ങളായിരുന്നു. ഓരോ ഗോത്രത്തിനും അവരുടേതായ പ്രത്യേകം വിഗ്രഹങ്ങൾ. സൂര്യനെയും മലക്കുകളെയും ജിന്നുകളെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചിരുന്നവർ വേറെ, പാമ്പിനെയും സർപ്പത്തെയും നാഗത്തെയും എല്ലാം ആരാധിച്ചിരുന്ന മറ്റൊരു കൂട്ടർ, വേറെ ചിലർ പ്രകൃതിയെ ആരാധിക്കുന്നവർ. ഏകദൈവാരാധന അവിടെ സാമാന്യമായി അപരിചിതമായിരുന്നു ആളുകൾക്ക് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അവർ ഇബ്രാഹീമിൻ്റെ താവഴിക്കാരാണ് ഞങ്ങൾ എന്ന് പറയാറുണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷേ ഏകദൈവം എന്താണെന്നോ അള്ളാഹു ആരാണെന്നോ അവർക്ക് അപരിചിതമായി പോയിരുന്നു. സൃഷ്ടികളെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് സമർത്ഥിച്ചിരുന്ന ചുരുക്കം ചില വ്യക്തികൾ അക്കാലത്തും ഉണ്ടായിരുന്നു. ആരാണവരെ? അബൂ ഖൈസ് ബിന് അനസ്, കുസ്ബ് ബിന് സായിദ, സെയ്ദ് ബിനു അംർ ബിനു നുഫൈൽ, വറക്കത്ത് ബിന് നൗഫൽ മുതലായവർ അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. വരാൻ പോകുന്ന പ്രവാചകനെക്കുറിച്ചും പാരത്രികമായ ജീവിതത്തെ സംബന്ധിച്ചും പരമ്പരാഗതമായി കിട്ടിയ ചില കേൾവികളും ധാരണകളും ഈ പറയപ്പെട്ട മഹാന്മാർ വെച്ച് പുലർത്തിയിരുന്നു. വിഗ്രഹാരാധന വെറുക്കുകയും അതിൻ്റെ യുക്തിശൂന്യത അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിന് തൊട്ട് മുമ്പ് മക്ക നിവാസികൾക്കിടയിൽ ജീവിച്ച അവർ അക്കാലത്തെ പണ്ഡിതരും ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരുമായിരുന്നു. ഏകദൈവത്തെക്കുറിച്ചും പരലോക ജീവിതത്തെ പറ്റിയും വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ്റെ വരവിനെക്കുറിച്ചും അവരുടെ കവിതകളും പ്രസംഗങ്ങളും നിറഞ്ഞു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്തരം ആളുകളുമായി നല്ല ചങ്ങാത്തം പുലർത്തിയിരുന്നു.
ജീവിതത്തിൽ ഒരിക്കലും വിഗ്രഹാരാധന ചെയ്യാത്ത ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ പ്രതിഷ്ഠകളെയും അദ്ദേഹം വെറുത്തു. അത് കാരണം ഏകദൈവവാദികളായ ഇവരുടെ സാമീപ്യവും അഭിപ്രായവും അബൂബക്കർ വിലമതിച്ചു. സത്യമാർഗത്തിൽ വെള്ളിവെളിച്ചവുമായി തൻ്റെ ജനതയ്ക്ക് ദൈവത്താൽ ഒരു വഴികാട്ടി നിയുക്തനാവുക തന്നെ ചെയ്യുമെന്ന് അബൂബക്കർ ദൃഢമായി വിശ്വസിച്ചിരുന്നു. സയ്യിദ് ബിൻ അമ്രിൻ്റെയും കുസ്ബിന് സായിദയുടെയും ഉപദേശങ്ങളും കവിതകളും അബൂബക്കർ ധാരാളമായി ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ കഅബാലയത്തിൻ്റെ ഭിത്തിയിൽ ചാരി നിന്ന് സെയ്ദ് ഇങ്ങനെ പാടി: ഭീമാകാരമായ പാറക്കഷ്ണങ്ങൾ വഹിച്ചു നിൽക്കുന്ന ഈ പർവ്വതങ്ങൾ ഏതൊരു ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവോ അവൻ്റെ ശരീരവും കീഴ്പ്പെട്ടിരിക്കുന്നു. ശുദ്ധജലം പൊഴിക്കുന്ന കാർമേഘങ്ങൾ ഏതൊരു നാഥന് കീഴ്പ്പെട്ടിരിക്കുന്നുവോ അവന് മാത്രം എൻ്റെ ശരീരം കീഴ്പ്പെടുന്നു. സെയ്ദിൻ്റെ കവിത കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഇബ്രാഹീമിൻ്റെ നാഥനാണ്, ഇത് സത്യമാകുന്നു. എങ്കിലും സംശയാതീതമായ ഒരു ദൃഢജ്ഞാനം ലഭിക്കുന്നതിന് ഞങ്ങൾ എത്രമാത്രം കാത്തിരിക്കേണ്ടി വരും. ദൈവം ഒരു പ്രവാചകനെ നിയോഗിക്കുക, അദ്ദേഹം അവർക്ക് സന്ദേശം നൽകുക, പാരത്രിക ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനം ലഭിക്കുക. അത് സാക്ഷാത്കരിക്കപ്പെടുമോ? പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ ഒരുപാട് ത്യാഗോജ്ജലമായ സംഭവങ്ങളുടെ കഥകൾ നിറഞ്ഞതാണ്. മറ്റൊരു വീഡിയോയിൽ അതേക്കുറിച്ച് വിശദമായി സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.